ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മുടെ കേജിൽ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം എൻ്റെ ബേർഡ്സ് ഒക്കെ ഒത്തിരിയായി. എനിക്ക് ക്രിംസൺ കൊണ്ണൂറിനെ ഇടാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കണം ഈ കേജിനകത്ത് തന്നെ. കാരണം അവരെ പാവങ്ങളെ ഞാനൊരു ചെറിയ കേജിലാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കുറേ ബേർഡ്സ് ഉണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല, അതിനകത്ത് ഞാൻ വെറുതെ പോട്ടൊക്കെ എടുത്ത് വെച്ചതാ, വലിയൊരു കോളനി കേജ് പോലെ. പക്ഷേ അതിനകത്തിൽ ഏത് നേരവും ഫൈറ്റ്സും, കുഞ്ഞുങ്ങൾ താഴെ വീഴുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയും ഭയങ്കര അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ എല്ലാത്തിനെയും അതിനകത്തൊന്ന് എടുക്കാൻ പോവാണ്. അന്ന് സെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. പക്ഷേ എനിക്ക് ആ നല്ല റേറ്റ് കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ കേജിനകത്ത് തന്നെ ഇട്ടതാണ്. എനിവേ, ഇപ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിന് ആർണവാണ്. അവനെ അപ്പം ആ കേജിനകത്ത് ഡോറിനകത്തൂടെ അകത്ത് കയറാൻ പറ്റും. ഞാനൊക്കെ കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും. അതുകൊണ്ട് അവനെ ഞാൻ മെനക്കെടുത്താൻ വേണ്ടി വിളിച്ചോണ്ട് വന്നേക്കുക. അന്നേരം ഞാൻ ഓരോ പോട്ടും എടുത്ത് ചെക്ക് ചെയ്യുവാണ്. ചെക്ക് ചെയ്തിട്ട് അതിനകത്തിൽ കുറേ എല്ലാം മോസ്റ്റ്ലി എല്ലാം എം ടി ആണ്. കാരണം ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. ചില പോട്ടിനകത്തൊക്കെ ഉണ്ട്, മുട്ടയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഫെർട്ടൈൽ ആണെന്ന് തോന്നുന്നില്ല. കുറേ നാളായിട്ട് 5, 6 ചിലതിനകത്തൊക്കെ 10 മേലെയൊക്കെ എഗ്സ് ഉണ്ടായിരുന്നു. ഒരു 2-3 പോട്ടിനകത്തൊന്നും എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. എൻ്റെ കഴിഞ്ഞ ഷോർട്സിനകത്തിൽ കണ്ട കുറച്ച് ഹാൻഡ് ഫീഡിങ് ചിക്സിനെ എനിക്ക് അന്നേരം കിട്ടിയതാണ്. ഞാൻ മാക്സിമം ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സംഭവം അവോയ്ഡ് ചെയ്യാൻ നോക്കുന്ന ആളാണ്. കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ 1 മണിക്കൂർ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഓരോ മണിക്കൂറും ചെക്ക് ചെയ്യണം. എനിക്കതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ഓരോ ബോട്ടിനകത്ത് നോക്കി അമ്മമാർ കാണാതെ അതിനകത്തിൽ വെക്കലാണ് എൻ്റെ പരിപാടി. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഏത് പോട്ടിൽ നിന്നാ കുഞ്ഞുങ്ങൾ എന്നുള്ളത് മറന്നുപോയി. കാരണം പേരൻസ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു കോളനി കേജ് അല്ലേ. അങ്ങനെ കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മാറ്റി വെക്കണം. അതുകൊണ്ട് ഇതൊരെണ്ണം എനിക്ക് ഇവൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുക കോക്കട്ടയിൽ. പിന്നെ ഈ ഫിഞ്ചസിന്റെ കേജിയിലെ ആൾക്കാരെയൊക്കെ മാറ്റി അതിനകത്തോട്ട് ക്രിംസനെ ഇടുവോ എന്തെങ്കിലും ചെയ്യണം. കാരണം സ്ഥലം വേണമല്ലോ എല്ലാത്തിനും ഇടാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ കേജിലുള്ള എല്ലാ ബേർഡ്സിനെയും പിടിക്കണം. പിന്നെ എൻ്റെ ഇൻഡിവിജ്വൽ കേജിലുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നതുകൊണ്ട് അമ്മമാരും അപ്പന്മാരും ഒക്കെ കഴിഞ്ഞ ബ്രീഡിങ് ഇരുന്ന ആൾക്കാരെ എല്ലാവരെയും ചേഞ്ച് ചെയ്തേച്ച് എൻ്റെ ഫ്രീ ഫ്ലൈറ്റിൽ ഇപ്പം കിടക്കുന്ന കേജിലുള്ള ബേർഡ്സിനെ നമ്മൾ ഇടും. പുതിയ നെക്സ്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടി അവരെ ഞാൻ റെഡിയാക്കി ഓൾറെഡി ഡിവോമിങ്ങും എല്ലാം ചെയ്ത് നിർത്തിയേക്കുന്ന ബേർഡ്സ് ആണ്. അവരെ ഇങ്ങോട്ട് എടുത്ത് പെയർ സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് മറ്റേ ബേർഡ്സിനെ ഞാൻ ഫ്രീ ഫ്ലൈറ്റിന് വിടും. കുഞ്ഞുങ്ങളെ നമ്മൾ സെല്ല് ചെയ്യും. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിപ്പം ഈ കേജുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പേരൻസ് ഉണ്ട്, അവരെയൊക്കെ മാറ്റി സെപ്പറേറ്റ് കേജിൽ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ സെല്ല് ചെയ്യുവാണ്. പേരൻസിനെ ഞാൻ മാറ്റി എൻ്റെ ഒരു സെപ്പറേറ്റ് കേജിലോട്ട് ഇടുവാണ്. എന്നിട്ട് അവരെ ഞാൻ കുറെ നാളത്തേക്ക് കേജിൽ തുറന്ന് ഫ്രീ ഫ്ലൈറ്റിന് വിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുങ്ങളെ പിടിച്ച് കേജിൽ വേറെ സെപ്പറേറ്റ് കേജിലോട്ട് ഇടും. 1 മാസമൊക്കെ ഞാൻ ഫ്രീ ഫ്ലൈറ്റ് സാധാരണ വിടാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഈ കേജിനകത്ത് ഫുള്ള് പറന്ന് നടക്കുമ്പം എനിക്കിഷ്ടമല്ല. കാരണം അത് അവിടെ എല്ലാം ഫുള്ള് ഡേർട്ടി ആകത്തില്ല കേജ് മൊത്തം. അത് ഒരു ചെറിയൊരു സ്പേസിൽ ഇടുവാണെങ്കിൽ ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്തിട്ട് അവരെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ തുറന്നു വിടും, തിരിച്ച് ഞാൻ പിടിച്ച് കേജുകളിലിടും. ഇപ്പം ഈ ഇരിക്കുന്ന കേജൊക്കെ നമുക്ക് എം ടി ആക്കി ക്രിംസണയിൽ ഈ കേജിലിടണം. മറ്റേ കേജ് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കണം എനിക്ക്. കാരണം എനിക്ക് ഫ്യൂച്ചറിൽ ഇനിയും വേറെ എന്തെങ്കിലും വലിയ ബേർഡ്സിനെ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇടാമല്ലോ. അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലുള്ള ബേർഡ്സിനൊക്കെ അവൻ ഹാർണോ പിടിക്കുകയാണ്. ഇതിനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപകാരം എനിക്ക് യൂട്യൂബ് കൊണ്ട് തുടങ്ങിയതുകൊണ്ടുണ്ട്. ഞാൻ യൂട്യൂബ് നേരത്തെ തുടങ്ങിയത് തന്നെ ഇതുപോലെ സെല്ല് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇപ്പം ഇത് യൂട്യൂബിൽ ഇറങ്ങിയ പിന്നെ എനിക്ക് സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം ഉണ്ടായി അതായത് യൂട്യൂബിനെയും കൊണ്ട്. അപ്പോൾ ഇവിടെ കുറേ ബേർഡ്സിനെയൊക്കെ പിടിച്ചു. ഇനിയും 2 എണ്ണം കൂടെ ഉള്ളൂ. അതിനെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എത്ര ബേർഡ്സ് ഉണ്ടെന്ന്. ഈ ബേർഡ്സിനെ പിടിക്കുന്ന തന്നെ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം അവൻ മടുക്കുകയും ചെയ്തു. ഫിഞ്ചസിനെയും കൂടെ പിടിക്കാനായിരുന്നു. പക്ഷേ ഫിഞ്ചസിന്റെ കേജ് ഞാൻ തുറന്നു നോക്കിയപ്പം അതിനകത്തിൽ മുട്ട ഇട്ടിട്ട് ഇരിപ്പുണ്ട്. അതിനകത്ത് 2 ബേർഡ്സ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തെന്നാ ഇപ്പം പിടിക്കണ്ട, അഥവാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിടിക്കാം. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുക കുഞ്ഞുങ്ങളെ കിട്ടി ഞാൻ പിന്നെ അതിനെയും കൂടെ ഫീഡ് ചെയ്യേണ്ടി വരും.
അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിടിക്കാം. തൽക്കാലത്തേക്ക് ക്രിംസനെ നമുക്ക് ഈ വലിയ കേജിലോട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, എന്തെങ്കിലും തിരിച്ചു പിടിക്കുകയോ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുകയോ ചെയ്യാം. ഇവൻ പിടിച്ചു അവസാനം നമ്മൾ ഒരു കണക്കിന് ബേർഡ്സിനെയൊക്കെ പിടിച്ചു. ഇപ്പം ഉച്ചയായി, ഭയങ്കര ചൂടായി ഇവിടെ. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇപ്പം കൗണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും വൈകിട്ട് കുറച്ചുകൂടെ 4 മണിയൊക്കെ ആകുമ്പോൾ ആരാണ്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് 2-3 പേര് ബേർഡ്സിനെ എടുക്കാനായിട്ട്. അവർക്ക് ബേർഡ്സിനെ കൊടുത്തു കഴിയുമ്പം അന്നേരം നമുക്ക് എനിവേ പിടിക്കണമല്ലോ. അപ്പോൾ അവർ ചൂസ് ചെയ്യട്ടെ. 2-3 കേജിനകത്തിലുണ്ട് എനിക്ക് ബേർഡിനെ എടുക്കാൻ വന്നവർക്ക് വേണ്ടി വന്നതാ ഇത്. ഞങ്ങൾ ഈ ഒരു കേജിനകത്ത് 55 ബേർഡ്സ് ഉണ്ട്. അതിനെ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ ആൾക്കാർ വന്നവർ സെലക്ട് ചെയ്തുകൊണ്ട് പോയി. ഇനിയും ബാക്കിയുള്ള ഉണ്ട് 50 എണ്ണം. അത് കടകളിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ആ കുഞ്ഞിനെ പിടിച്ചിട്ട പേരൻ്റാണ്. അതിൻ്റെ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് അതും സക്സസ് ആയി. എനിക്ക് അത്രയും ഫീഡ് ചെയ്യേണ്ടായല്ലോ. മറ്റുള്ള കുഞ്ഞുങ്ങളെ 3 എണ്ണം ഉണ്ട്, ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.